ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മുള്ളൻചക്ക കൊണ്ട് 2 കിടിലൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പക്ഷേ അതിനു മുൻപ് നമുക്കൊരു പഴുത്ത മുള്ളൻചക്ക കഴിച്ചുകൊണ്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഒരു പഴുത്ത മുള്ളൻചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് കാണിക്കാമെന്ന് വെച്ചു. മുള്ളൻചക്ക പഴുത്തതൊന്ന് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഉൾവശമൊക്കെ നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു മധുരവും പുളിപ്പും കലർന്ന രുചിയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിങ്ങനെ കഴിച്ചു നോക്കാം നമുക്ക്. കണ്ടോ, നന്നായിട്ട് പഴുത്ത് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു പഴമാണ് മുള്ളൻചക്ക. അപ്പോൾ അത് പഴുത്തത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ പച്ച കൊണ്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഇന്ന് 2 വിഭവമാണ് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ വിഭവമാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുള്ളൻചക്ക കൊണ്ട് ഇതുപോലൊരു എന്താ പറയുക, ഒരു ഒലത്ത് അല്ലെങ്കിൽ തോരനോ ഉപ്പേരിന്നോ എന്തെങ്കിലുമൊക്കെ പറയാം. അതാണ് തയ്യാറാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതാ ഞാനിവിടെ ഫസ്റ്റ് ഒരു പച്ച മുള്ളൻചക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. അങ്ങനെ സ്കിന്നൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കണം. ആ മുറിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തുള്ള സീഡ്സൊക്കെ കളയുകയും ചെയ്യാം. ഇങ്ങനെ 2ആയിട്ട് മുറിച്ചതിന് ശേഷം ഇനി ഇതാ ഇതിൻ്റെ നടുക്കുള്ള ആ ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഈ ഭാഗം കളയണം. എന്നിട്ട് ഇത് ചെറിയ പീസുകളായിട്ട് സ്ലൈസായിട്ട് നമുക്ക് എടുക്കണം. അതപ്പോൾ നമുക്കിതിലെ കുരുകളൊക്കെ ഒന്ന് കളയുകയും ചെയ്യാം. ഈ രീതിയിൽ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സീഡ്സൊക്കെ കളയാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാൻ ഏകദേശം എല്ലാം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് നുറുക്കിയെടുക്കണം. ഈ ഒരു ചെറിയ ഇത്രയും വലിപ്പം മതി. ഇങ്ങനെ നമുക്ക് നുറുക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഞാൻ മുള്ളൻചക്ക ആദ്യം കഴുകി വൃത്തിയാക്കിയതാട്ടോ, അതുകൊണ്ട് ഞാൻ വേറെ കഴുകാനൊന്നും നിന്നിട്ടില്ല. ഇനി നമുക്കിത് ഒരു ചീനച്ചട്ടിയിലോ സോസ് പാനിലോ വെച്ചിട്ട് അല്പം വെള്ളവും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മുടെ ചുവന്നുള്ളിയാണ്, ഒരു 10-15 ചുവന്നുള്ളി എടുത്തിട്ട് ചതച്ചെടുത്തതാണ്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുകൂടെ വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇടുന്നത് ചതച്ച മുളകാണ്, ഉണക്കമുളക് ഒന്ന് ചതച്ചെടുത്തതാണ്. ചതച്ചത് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മളൊന്ന് മിക്സിയിൽ കറക്കിയെടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റാണ് മല്ലിയിലൊക്കെ ഇടുമ്പോൾ. അപ്പോൾ മല്ലിയില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ മുള്ളൻചക്ക വേവിച്ചതാണ്. അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുള്ളൻചക്ക കൊണ്ടുള്ള നമ്മുടെ ആദ്യത്തെ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കഴിക്കാൻ തോന്നും. നല്ല ടേസ്റ്റാട്ടോ, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഫുഡിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് കിടക്കാം. രണ്ടാമത്തെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മുടെ മുള്ളൻചക്ക കൊണ്ടൊരു ചില്ലി തയ്യാറാക്കാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള ക്രിസ്പി ആയിട്ടുള്ള ചില്ലിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കതിന് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ മുള്ളൻചക്ക കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം.
അതുപോലെ ഒരു 2-3 ടേബിൾ സ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കാം. ഇനി ഒരു ടീസ്പൂണോളം മതിയാവും മഞ്ഞൾപ്പൊടി. അതുപോലെ ഞാനൊരു 2-2.5 ടീസ്പൂണ് തൈര് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിയിലയും ചേർത്തു. നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ടയും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനൊക്കെ മിക്സ് ചെയ്യുന്ന മാതിരി തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ടൊരു അരമണിക്കൂറെങ്കിലും ചുരുങ്ങിയത് വെച്ചതിന് ശേഷമായിരിക്കണം ഇത് ഫ്രൈ ചെയ്യേണ്ടത്. ഞാനിത് തലേ ദിവസം തയ്യാറാക്കി വെച്ചിട്ട് പിറ്റേന്നാണ് എടുത്ത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാനിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ മുള്ളൻചക്കയും ഫ്രൈ ചെയ്യാം. കുറേശ്ശെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് എണ്ണ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് വല്ലാണ്ട് ചൂട് കൂടുതലാണെങ്കിൽ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കാം ഇങ്ങനെ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ വിഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുള്ളൻചക്ക കൊണ്ടുള്ള ഒരു ചില്ലി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ശരിക്കും ചിക്കൻ ഫ്രൈ ചെയ്തതാണെന്ന് തോന്നിപ്പോവും. അത്രയും ഇത് ചിക്കനാണെന്ന് വരെ കുട്ടികൾ പറഞ്ഞു. ചിക്കനാണോ എന്ന് ചോദിച്ചു. അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. കണ്ടോ, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ്, നല്ല പുറത്താണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ഫസ്റ്റ് വീഡിയോയും ഫസ്റ്റത്തെ റെസിപ്പിയും സെക്കൻഡ് റെസിപ്പിയും രണ്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് കമൻറ്റ് രേഖപ്പെടുത്തണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക്